വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സാമുദായിക ഐക്യം വേണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പിന്തുണച്ച സുകുമാരൻ നായർ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം. സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങില്ലെന്ന് പറഞ്ഞ നേതാവല്ലേ സിനഡ് യോഗം ചേർന്നപ്പോൾ തിണ്ണ നിറങ്ങിയതെന്ന് വിമർശനം. താൻ മുസ്ലിം വിരോധിയല്ലെന്നും മുസ്ലിം ലീഗിലെ വർഗീയതയെയാണ് എതിർക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഇന്നലെ പൂത്ത തകരയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്നും പരാമർശം. വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാടയണിയിച്ചെന്ന് മറുപടിയുമായി വി ഡി സതീശൻ. ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. BSSC തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സ്ഥിരീകരണം. സ്വർണം കുറവ് വന്നതായും കണ്ടെത്തൽ. റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കണ്ണൂരിൽ ആശങ്കയായി പക്ഷിപ്പനി. രോഗം സ്ഥിരീകരിച്ചത് കാക്കൈ. ഇരിട്ടി നഗരസഭയിൽ ജാഗ്രതാ നിർദ്ദേശം. വളർത്തുപക്ഷികളിൽ നിലവിൽ രോഗമില്ല. പക്ഷികളെ കൊല്ലേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നു. പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച നിർമ്മാണ തൊഴിലാളിക്ക് കടിയേറ്റു. മലപ്പുറം തിരൂർ ചമ്രവട്ടം സ്വദേശി സുരേഷിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കലാപൂരത്തിന് ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനം വൈകിട്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥി. കണ്ണൂരും തൃശൂരും സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെ പിന്തുണച്ചും വി ഡി സതീശനെ കടന്നാക്രമിച്ചും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അടുപ്പിക്കുന്നത് വി ഡി സതീശൻ വിരോധമാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം NSSും SNDPയും യോജിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. തൃശൂർ പിടിച്ച പോലെ NSS പിടിക്കാൻ സുരേഷ് ഗോപി വരേണ്ടതില്ലെന്നും G. സുകുമാരൻ നായർ വിമർശിച്ചിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചെന്നും വി ഡി സതീശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി ഭിന്നിപ്പിനുള്ള പലരുടെയും ഉപകരണമായി മാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. അപ്പോൾ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. AK ബാലൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയായിരുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു. ME ഗോവിന്ദൻ തള്ളി പറഞ്ഞു അവരുടെ AK ബാലന്റെ പ്രസ്താവനയെ. പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു. അതായത് സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഇപ്പൊ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP BDS സ്ഥാനാർത്ഥിയെ നിർത്തരുത്. അതായത് രണ്ടാമത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം, അങ്ങനെ എന്നെ തോൽപ്പിക്കണം. അത് BJPയുടെ ഒരാവശ്യമാണ്. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു, ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പൊ ഞാനെന്താണെന്ന് മറുപടി പറഞ്ഞത്, അദ്ദേഹം നല്ല പ്രായമായ ആളാണ്. ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ്. അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറയരുതെന്ന് പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയരുത്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഏത് ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിനെയും പറയും. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. SNDP NSS ഐക്യത്തിന് തടസ്സം നിന്നത് മുസ്ലിം ലീഗ് എന്ന പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. സതീശൻ ഇന്നലെ കുരുത്ത തകര എന്നാണ് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചത്. ഈ സംവരണം
എന്നുള്ള വിഷയത്തിൽ എന്നെ മുൻനിർത്തി അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ SNDP യോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടും മുസ്ലിം നേതൃത്വങ്ങളും അനുയായികളും ലീഗും പിൻബലം നൽകിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി. അപ്പോഴെല്ലാം തന്നെ ഈ നായർ ഈഴവ ഐക്യം എന്നുള്ള ആ ആശയത്തോട് ലീഗ് വളരെ അസംതൃപ്തിയും അതിനെതിരായ നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ആ യോജിപ്പ് സമൂഹത്തിന് നല്ലതല്ല എന്ന് അവർ സവർണ ഫാസിസ്റ്റുകളാണെന്നും സവർണാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപദേശിച്ച് നമ്മൾ പിന്നോക്കക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും സമ്മാന സമുദായക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വളരെ നാളുകൾ ഞങ്ങൾ നയിച്ചു. പ്രത്യേകിച്ച് വന്ന് LDFിൻ്റെ ഭരണകാലമാണ്. ആ LDFിൻ്റെ ഭരണകാലം കഴിഞ്ഞ് അവരെ ഇറക്കി നമ്മുടെ ഭരണം വരുമെന്ന് അന്നിതെല്ലാം നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്നും എല്ലാം ഉറപ്പ് വന്നുകൊണ്ടാണ് മുൻപോട്ട് പോയെങ്കിലും ഭരണം പോയി. UDF ഭരണത്തിൽ വന്നു, LDF പോയി. പക്ഷേ അന്ന് ഉന്നയിച്ച ഒരു കാര്യങ്ങളും സംവരണ കാര്യത്തിൽ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അഭിജിത്ത് ജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ NSSും SNDPയും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണോ? VD സതീശനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നു. ഒരുമിച്ച് തന്നെ നിൽക്കുമെന്ന് SNDPയും NSSും ഏറെക്കുറെ പറയുന്നു. ആ രീതിയിലേക്ക് പോകുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു തിരിച്ചടിയാണോ? തീർച്ചയായും അങ്ങനെ ഒരു പക്ഷേ വ്യാഖ്യാനിക്കേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇങ്ങനെ സർക്കാരിനെ പിന്തുണച്ചും VD സതീശനെ കടന്നാക്രമിച്ചും NSS നിലപാട് വ്യക്തമാക്കുന്നത്. അങ്ങനെ പതിവുള്ള ഒരു വാർത്താ സമ്മേളനമൊന്നും NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പോഴും സാമുദായിക ഐക്യം അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് അതിന് NSS ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഒരുപോലെ ഇതിനകത്ത് സജീവമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യം കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അടുപ്പിക്കുന്നത് VD സതീശൻ വിരോധമാണോ എന്നുള്ള ചോദ്യം പോലും ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയുമാണ്. അങ്ങനെ ഈ 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കുന്നത്. അത് ഫ്രണ്ട് മാറാൻ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നതിന് ഒരു സാങ്കത്യമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോഴുള്ള ട്രെൻഡ് മാറാൻ 24 മണിക്കൂർ മതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൃത്യമായി നൽകുന്നുണ്ട്. ചെന്നിത്തലയ്ക്ക് അതേസമയം തന്നെ പുകഴ്ത്തലുണ്ട്. സുരേഷ് ഗോപിയെ വിമർശിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണ നൽകുന്നു. മുഖ്യമന്ത്രി ഇത്തരത്തിൽ പിണറായി വിജയൻ മികച്ച ഭരണാധികാരിയാണ്. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ തിരുത്തി എന്നതടക്കമുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതായത് സതീശനെതിരെ പടയൊരുക്കം നടത്തുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കടന്നാക്രമിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും ഒപ്പം തന്നെ G സുകുമാരൻ നായരും രംഗത്ത് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പൂത്ത തകരയാണ് എന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നത്. സതീശനാണ് തനിക്കെതിരെ പറഞ്ഞത്. താൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ AK ആന്റണിയോ പറയട്ടെ, അപ്പോൾ അംഗീകരിക്കാം. കാന്തപുരം ഇരുന്ന വേദിയിൽ അദ്ദേഹം തന്നെ സതീശനെ തിരുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്ന കാര്യം. അങ്ങനെ ഒരേ സമയം തന്നെ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ സതീശനെ വിമർശിക്കുന്നുണ്ട്. അതേസമയം തന്നെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും സതീശനെ വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട്. സതീശൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സതീശൻ പറയുന്നത് ഒരു കാര്യം, ചെയ്യുന്നത് മറ്റൊരു കാര്യം ആണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ G സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന്
വരികയാണ്. അങ്ങനെ ഈ രാഷ്ട്രീയ സാഹചര്യം അതിന് വലിയ പ്രാധാന്യം ഈ ഘട്ടത്തിലുണ്ട്. ഇരുവരുടെയും പ്രതികരണങ്ങൾ അത് ഇന്നത്തെ പകൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ സമഗ്രമാക്കി നിർത്തുകയും ചെയ്യുകയാണ്. ഒരു 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ SNDPയുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ SNDP ഇട്ട പാലത്തിന് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ട് NSS ജനറൽ സെക്രട്ടറി കൂടി രംഗത്ത് വരികയും ചെയ്യുന്നത്. ഐക്യം തന്നെയാണ് കാലത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് അതിനെ സജീവമാക്കി രംഗത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സഹകരണത്തിന് SNDP മുൻകൈ എടുക്കുമെന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുമ്പോൾ അതിൽ NSSനും SNDPക്കും വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല SNDP NSS സഹകരണത്തിന് കൂടി ഇതോടുകൂടി കളമൊരുക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ VD സതീശനെതിരായ ഈ വിമർശനങ്ങൾ അത് കോൺഗ്രസിൽ വലിയ തോതിൽ ചർച്ചയാകും. മാത്രമല്ല ഇതിനകത്ത് കോൺഗ്രസിൽ VD സതീശനാണ് കുഴപ്പക്കാരൻ, അല്ലെങ്കിൽ VD സതീശൻ വിരോധം അത് സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ള കാര്യം കൂടി ഉയർന്നു കേൾക്കുകയാണ്. സതീശന് താല്പര്യമില്ലാത്ത പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കൂടി അവരെ കൂടി സന്തോഷിപ്പിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. രണ്ട് സാമുദായിക നേതാക്കളുടെയും പ്രതികരണങ്ങളെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ കൃത്യമായി സമദൂരമല്ല, മറിച്ച് ശരിദൂരമായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അതിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട്. രാഷ്ട്രീയമായി സമദൂരം ആയിരിക്കുമോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ വൈകാതെ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് രണ്ട് സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല VD സതീശനെതിരെ ഇങ്ങനെ ഒരു പടയൊരുക്കം അത് സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബിനു ചുള്ളിയിൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിനു, ഇന്നിപ്പോൾ ഈ സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചത് ഈ സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച VD സതീശൻ എന്തിനാണ് സഭാ സിനഡ് യോഗത്തിൽ പങ്കെടുത്തത്, അതിൽ ചേർന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും ഉണ്ടായ വലിയ മുന്നേറ്റമുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി 10 വർഷമാകാൻ പോകുന്നു 10 വർഷക്കാലമായി ജനവിരുദ്ധമായ നയങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധമായ പ്രവർത്തികൾക്ക് ജനം നൽകിയ ഒരു വിധിയെഴുത്തായിരുന്നു. അത് CPMന്റെ കോട്ടകൾ എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്ന, മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും UDFന് അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടായി. ആ മുന്നേറ്റത്തിന് ശേഷം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ CPM വളരെ ബോധപൂർവം ജാതീയമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMനെ ഉന്നതരായ നേതാക്കന്മാർ AK ബാലനെ പോലെയുള്ള ആളുകൾ വളരെ ബോധപൂർവം മാധ്യമങ്ങളോട് നൽകിയ ഇന്റർവ്യൂ എന്താണ്? ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗം വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗം ഇവിടെ വലിയ ഭരണത്തിൽ അധികാരത്തിൽ വന്ന വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേരളം മറക്കാൻ ആഗ്രഹിച്ച വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മാറാട് കലാപത്തെ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഓർമ്മിപ്പിച്ച് എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? എന്താണ് അവർ ഉദ്ദേശിച്ചത്? അതിനാൽ അതിനുശേഷം കേരളത്തിൽ വലിയ തോതിൽ സംഘപരിവാറിനേക്കാൾ കൃത്യമായി, അല്ലെങ്കിൽ അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ജാതീയമായ മതപരമായ വേർതിരിവുണ്ടാക്കാൻ ഭരണകൂടം തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ബോധ്യമുണ്ട്. കേരളത്തിന്റെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഇതൊക്കെ പറയുന്നവർ പറയുന്നു. ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചും ജനത്തിന് നല്ല ബോധ്യമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 2-3 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഉജ്ജ്വലമായ വിജയം നേടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സാമുദായിക സംഘടനകളെ വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു പോക്ക് അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ബഹുമാന്യനായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ ബഹുമാനായ KC വേണുഗോപാൽ, ബഹുമാനായ VD സതീശൻ, അല്ല എല്ലാ നേതാക്കന്മാരും, ശിവഗിരി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ശിവഗിരിയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെല്ലാത്തത്? അങ്ങനെ എല്ലാ സമുദായ സംഘടനകളുമായിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നു എന്നുള്ളത് അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനവും UDF എന്ന് പറയുന്ന സംവിധാനവും എല്ലാ ഘട്ടത്തിലും ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന സാഹചര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കടക്ക് പുറത്തുനിന്ന് ആരോടും പറയുന്ന ഒരു സംവിധാനത്തിൽപ്പെട്ട ആളുകളല്ല. ഞങ്ങൾ എല്ലാവരെയും അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ പോലും ചേർത്ത് നിർത്തുന്ന സംസ്കാരമാണ് ഞങ്ങൾക്കുള്ളത്, കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് അതിൽ വ്യത്യസ്തമായ
വ്യക്തമായ അഭിപ്രായം പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് കോൺഗ്രസ് ഈ പറയുന്ന തരത്തിലൊന്നും ആരെയും മാറ്റി നിർത്താൻ കോൺഗ്രസ് പാർട്ടിയോ അല്ലെ UDF സംവിധാനം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ശിവഗിരിയിൽ VD സതീശൻ പോയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ, സുകുമാരൻ നായർ ആയിക്കോട്ടെയൊക്കെ VD സതീശനെതിരെ പറയുന്നത് ഒട്ടും നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അവിടെ ഇപ്പോൾ ശിവഗിരിയിൽ പോകാറുണ്ടെന്ന് പറയുന്നതിൽ ന്യായമില്ലല്ലോ. അങ്ങനെ ന്യായമില്ലെന്ന് ആര് പറഞ്ഞു? അപ്പോൾ ഈ സംഘടന നേതാക്കളൊക്കെ പറയുന്നതോ ഇവർ ഈ പറയുന്നത് ജനം കണക്കിലെടുക്കില്ല എന്നാണ്. അവർക്ക് പറയാനുള്ള അവകാശമില്ലേ? അവർക്ക് പറയാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഇവർക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഒരു സാമുദായിക നേതാവ് എന്താണ്, ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ UDF-ഉം കോൺഗ്രസും എത്തരത്തിലായിരുന്നു റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തെങ്കിലും സംഭവിച്ചോ? അതുകൊണ്ട് ജനത്തിന് ഇതെല്ലാം അറിയാവുന്നേ. ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജാതി മത വർഗീയ ചിന്തകൾക്കപ്പുറത്ത് PSC ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയില്ല. സ്വർണം കട്ട പിണറായി വിജയൻ അത്തരത്തിൽ, അല്ലെങ്കിൽ പത്മകുമാറിനെ പോലുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നു. മുൻ MLA ആണ്, DYFയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പാർട്ടിക്ക് പുറത്തു കളഞ്ഞോ? ആ ശബരിമലയിലെ ഈ തട്ടിപ്പ് പോലും കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണെന്ന് പറയാൻ ബോധപൂർവമായ ശ്രമം നടത്തി. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന 2007 മന്ത്രിയായിരുന്ന KC വേണുഗോപാലാണ് ഈ പറയുന്ന ആളുകളെ, തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ തിരികെ കയറ്റിയെന്ന് പറഞ്ഞു. 2006 അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം മാറി. ടൂറിസം മന്ത്രിയും ദേവസ്വം മന്ത്രിയായിരുന്ന 2006 കയറിയ ആരാ പറയുന്നത്? MP രാജേഷിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതൊന്നും ഒരു 2 ദിവസത്തെ ചർച്ചകൾക്കപ്പുറത്ത് ഇത് ജനത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ പെൻഷനില്ല, ശമ്പളമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സർക്കാർ സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായി മുന്നോട്ട് പോവുകയാണ്. ശബരിമലയെ ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യണ്ടേ? ആരാണ് ഉത്തരവാദി? SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കിടന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണ്ടേ? ചർച്ച വഴിതിരിച്ചു വിടുവാൻ, ഗവൺമെന്റിന്റെ കുഴപ്പങ്ങൾ മാറ്റി നിർത്തുവാൻ വളരെ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതിനപ്പുറത്ത് ഒന്നുമില്ല. പിണറായി വിജയനെതിരെയുള്ള, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള, CPM-നെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിന്റെ തനിയാവർത്തനമായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അത് ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഈ കേരളത്തിൽ സ്വസ്ഥവും സൗകര്യവുമായി ജീവിക്കാൻ വേണ്ടി ജനം UDF-നും കോൺഗ്രസിനും അനുകൂലമായി വോട്ട് ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ബിനു ചുള്ളിയിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി SNDP യോഗം അധ്യക്ഷനും അതുപോലെ തന്നെ NSSന്റെ അധ്യക്ഷനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. സുകുമാരൻ നായർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനായിക്കോട്ടെ, ഇരുവരും VD സതീശനെതിരെ ഗുരുതരമായ, അല്ലെങ്കിൽ VD സതീശനെതിരെ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ VD സതീശൻ എന്തുകൊണ്ടാണ് സഭാ സിനഡ് യോഗത്തിൽ ചേർന്നപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യം സുകുമാരൻ നായർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശനും ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇടതു സഹയാത്രികനായ M ജയചന്ദ്രൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ സുകുമാരൻ നായരും ഒക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇവരെയൊന്നും വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക് അത് എത്രത്തോളം ഫലവത്താവും? ഇത് വലിയ വലിയ ചില സന്ദേശങ്ങൾ നൽകുന്ന നിലപാട് തന്നെയാണ് ഇന്നലെയും ഇന്ന് രാവിലെയുമായ വെള്ളാപ്പള്ളി നടേശനും ഉച്ചയോടെ എടുക്കുമ്പോൾ സുകുമാരൻ നായരും നൽകിയിരിക്കുന്നത്. കാരണം താൻ വർഗീയ വിരുദ്ധനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരന്തരം ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ പൊതുവായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പ്രതിപക്ഷത്ത് ലീഗിനെ കൂടെ കൂട്ടി, അതിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി മുമ്പോട്ട് നീങ്ങാനുള്ള UDF-ന്റെ പൊതു പരിശ്രമങ്ങൾക്കെതിരായിട്ടാണ് ആ നിലപാട് വരുന്നതെന്ന് കാണാം. വെള്ളാപ്പള്ളി തുറന്നു പറയുന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ വളരെ സൂക്ഷിച്ച് ആണ് അക്കാര്യത്തിൽ ആ ഭാഗം മാത്രം വരുമ്പോൾ മറുപടി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. സുകുമാരൻ നായരോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം ചോദിക്കുമ്പോൾ ഞാൻ
നിങ്ങൾ ലീഗിനെ കുറിച്ചാണ് ചോദിച്ചതെന്ന് വെച്ചാണ് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞത് എന്ന് പറയുകയും, അല്ല ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചാണ് വീണ്ടും ചോദ്യങ്ങൾ വരുമ്പോൾ ഇല്ല ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചാണെന്നും പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അവസാനത്തെ ചോദ്യത്തിൽ സുമാരനായർ ചെയ്യുന്നത്. അപ്പോ പ്രശ്നം ഇതാണ്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് വി.ഡി. സതീശൻ നിരന്തരം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുമാരനായർ ചോദിക്കുന്നത്, ഈ കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ നയപരമായ കാര്യങ്ങളടക്കം പറയും ഇദ്ദേഹം ആരാണ്, കോൺഗ്രസ് ഇങ്ങോട്ട് പോകാൻ ഈ നിലയ്ക്കാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നല്ല അടി കിട്ടും എന്ന് തന്നെ പച്ചയ്ക്ക് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ സതീശൻ പറയുന്നതോ, ഞങ്ങള് വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഘടകകക്ഷിയാക്കിയിരിക്കുന്നത് ശരിയാണ്, അവര് പിന്നെ CPM കൂടെ കൂട്ടിയപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ഞങ്ങളവിടെ കൂട്ടിയപ്പോ എന്തിനാ കുഴപ്പം കാണുന്നത്? പ്രശ്നം അത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി UDFന്റെ കൂടെ ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനോട് വെള്ളാപ്പള്ളി നടേശനും പിന്നെ സുകുമാരൻ നായരും ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയ്ക്ക് അവർ പറയാതെ പറയുന്ന വസ്തുതകൾ. അപ്പൊ അതിനെ ഏത് തരത്തിലാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിർണായകമായി വരാൻ കഴിയുന്ന ഒരു പൊതു സാമൂഹ്യ പ്രശ്നമായി തന്നെ അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വി.ഡി. സതീശനെതിരെയുള്ളൊരു പടയൊരുക്കമാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. വി.ഡി. സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും രംഗത്തെത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇരുഭാഗങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. സമുദായങ്ങൾക്കെതിരെ ഇത്രയും മോശമായി സംസാരിച്ച മറ്റൊരാളെ താൻ കണ്ടിട്ടില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഒരു കാരണവശാലും വി.ഡി. സതീശനെ ഈ രീതിയിൽ അഴിച്ചുവിടരുത് എന്നും ഉള്ളൊരു കുറ്റപ്പെടുത്തൽ സുകുമാരൻ നായർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ എ സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, ഈ അയ്യപ്പ സംഗമമാണോ ഈ സർക്കാരിന് അനുകൂലമായി സംസാരിക്കാൻ സുകുമാരൻ നായരെ ക്ഷണിച്ചിട്ടുള്ളത്? അത് മാത്രമല്ല, കാരണം സുകുമാരൻ നായർ നമുക്കറിയാം, നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സമദൂര സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന് UDFനോടുള്ള വിരോധം എന്ന് പറയുന്നത് സാമുദായിക നേതാക്കന്മാരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കില്ല എന്ന് പറയുന്ന പഴയ സതീശന്റെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം സ്വാഭാവികമായിട്ടും സുകുമാരൻ നായരെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് നയിക്കാൻ പോകുന്ന മുന്നണിയുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വി.ഡി. സതീശനായിരിക്കും UDFന്റെ നായകനായിട്ട് വരാൻ പോകുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനെ മറികടന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയിൽ നിന്ന് വരുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ വളരെ പരിമിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നയിക്കുന്ന മുന്നണിയോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹം ഈ സറണ്ടർ ചെയ്യുന്ന രീതി ആയിട്ട് മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാം. രണ്ടാമത്തെ കാര്യം, ഈ LDF പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഇവരെ അനുനയിപ്പിക്കാനായിട്ട്, നേരത്തെ ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് വിഘടിച്ചു നിന്നിരുന്ന ഒരു സമുദായ സംഘടനയാണ് NSS. അപ്പൊ ഇത്തവണത്തെ പ്രശ്നം വന്നപ്പോഴൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ അങ്ങനെയുള്ള സംഘടനകൾ SNDP യോഗത്തെയും NSSനെയൊക്കെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ശ്രമം വളരെ കൃത്യമായി തന്നെ അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ അയ്യപ്പ സംഗമത്തിലേക്ക് NSSന്റെ പ്രതിനിധിയൊക്കെ അയച്ചത്. അപ്പോൾ അത് ആ ഒറ്റ കാരണം കൊണ്ട്, അയ്യപ്പ സംഗമം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് LDFന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നുവെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരു പ്രധാനമായിട്ട് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, ഈ വി.ഡി. സതീശൻ നേരത്തെ തന്നെ വളരെ സമുദായ നേതാക്കന്മാരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്. അങ്ങനെ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ എന്നെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം, അത് കുറെ കാലമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുകയും അവർ പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ചെന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. NSSന്റെ മുമ്പിലേക്കൊക്കെയാണ് എപ്പോഴും, പെരുന്നയിലേക്കൊക്കെയാണ് ഈ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും പോകുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് നിലപാടെടുത്തുള്ള ഒരാൾ നയിക്കുന്ന മുന്നണിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മനോഭാവമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കോൺഗ്രസിനൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാഹചര്യം കൂടെ ഇല്ലേ? കോൺഗ്രസിന് തിരിച്ചടിയാവുക എന്ന് പറയുന്നത്, നമ്മള് എല്ലാ നായന്മാരും NSS ജനറൽ സെക്രട്ടറി പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യും എന്നോ, അല്ലെ എല്ലാ
ഈഴവന്മാരും ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നുള്ള ധാരണയുടെ പേരിലാണെങ്കിൽ അവർ പക്ഷേ കാരണം വളരെ കൃത്യമായിട്ടും ആ ഒരു സമുദായം മുഴുവനായിട്ട് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് തിരിച്ചടിയായിട്ട് മാറും. എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ NSS താല്പര്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതല്ലെങ്കിൽ എല്ലാ ആളുകളും ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ബാലകൃഷ്ണപിള്ള അദ്ദേഹം പല മുന്നണികളിലും മാറി മാറി ഉണ്ടായിരുന്ന ആളല്ലേ. അദ്ദേഹം NSSന്റെ ഭാരവാഹിയായിരുന്ന കാലത്ത് പോലും NSS ജനറൽ സെക്രട്ടറി ഏത് നിലപാടെടുക്കുന്നു എന്നതിനനുസരിച്ച് അദ്ദേഹം മാറാറില്ല. ഇപ്പൊ KB ഗണേഷ് കുമാർ അദ്ദേഹം LDFനോടൊപ്പമാണ്. അത് നേരത്തെ അതേപോലെ ഓരോ അവരൊരിക്കലും NSS തിരിച്ചൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഗണേഷ് കുമാർ മുന്നണി മാറാൻ തയ്യാറാവില്ല. അപ്പൊ അത് മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് സമുദായ സംഘടനകൾ, അതായത് NSS SNDP യോഗമൊക്കെ ഒരു കാലത്ത് താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഈ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നവരാണ്. എന്നിട്ട് അതൊന്നും കേരളത്തിൽ ക്ലച്ച് പിടിക്കാതെ പോയി. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുടെ ഭാഗമായി നിന്നിട്ട് പോലും ക്ലച്ച് പിടിക്കാതെ പോയത്. അതുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ ജാതി വെച്ചുകൊണ്ടോ മതം വെച്ചുകൊണ്ടോ ഒക്കെയുള്ള പ്രസ്ഥാനമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ നിലപാട്, ഇങ്ങനെ എടുക്കുന്ന നിലപാട് കൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം NSS ജനറൽ സെക്രട്ടറി തീരുമാനം എടുത്തുകൊണ്ട് ഉള്ള നായന്മാരെല്ലാവരും ഇപ്പുറത്തേക്ക് മാറുന്നു, LDFലേക്ക് മാറുന്നു, അവർ ആരും മറ്റൊരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു, അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ്. എല്ലാ ആളുകളും ഈ NSSന്റെ ഭാരവാഹിയായിട്ടുള്ള എത്രയോ പേരെ നമുക്ക് അറിയാവുന്നതാണ്. അവരൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായി തന്നെ ഇപ്പോൾ എത്രയോ കാലമായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സജീവൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെ പിന്തുണച്ചും VD സതീശനെ കടന്നാക്രമിച്ചും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും രംഗത്തെത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അടുപ്പിക്കുന്നത് VD സതീശൻ വിരോധമാണോ എന്ന ചോദ്യമാണ് നിലവിലുയരുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം NSSും SNDPയും യോജിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടെയുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.